എങ്ങനെയൊക്കെയാണ് ചേച്ചി ഇതിൻ്റെ റേറ്റൊക്കെ? മാർക്കറ്റ് പ്രൈസിനേക്കാളും മാക്സിമം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ സെയിൽ നടക്കണുണ്ട്. പിള്ളേരായാലും വലിയവരായാലും വന്ന് നല്ലപോലെ കച്ചവടം നടക്കണുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിലേക്കാണ് ഉപയോഗിക്കുന്നത്? ഇത് ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ ട്രീക്ക് വേണ്ടിയാണ് ഇത് എല്ലാം എടുക്കുന്നത്. ഇങ്ങനത്തെ ബോളുകൾ, പിന്നെ സ്റ്റാറ് ഇതെല്ലാം ട്രീ ഒരുക്കുമ്പോൾ അതിലിടുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ട്രീയുടെ ഏറ്റവും മേളിൽ കെട്ടുന്നതിന് വേണ്ടിയാണ് സ്റ്റാർ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാറിനൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് 219 എല്ലാത്തിലും നമ്മൾ 40 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. 40, പിന്നെ ഏറ്റവും ചെറുത് 10 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഇതിലാണെങ്കിൽ പല അളവിലുള്ള LED ലൈറ്റ് ഉണ്ട്. 90 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ സാമ്പത്തികത്തിനനുസരിച്ച് വന്ന് നോക്കി വാങ്ങിക്കുന്നുണ്ട്. അത് LED സ്റ്റാർസിനൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ? 100 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. 100 തൊട്ട് 90 രൂപയ്ക്കുണ്ട്. പല റേറ്റിലും. വെളിയിൽ 125, 150 രൂപ റേറ്റുള്ളത് ഇവിടെ 100 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്നതിൽ ചെറിയൊരു വിഹിതം ലാഭം എടുത്തുകൊണ്ട് ബാക്കിയെല്ലാം പുൽക്കൂട് ഒരുക്കുമ്പോൾ സ്വരൂപങ്ങൾ എടുത്ത് വയ്ക്കും. അത് ക്രിസ്മസിൻ്റെ ഉണ്ണീശ പിറന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ണീശ എടുത്ത് വയ്ക്കാറുള്ളൂ. അത് 24-ാം തീയതി രാത്രി. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞത് 175 രൂപയാണ്. പിന്നെ 175 രൂപ, 3500 രൂപയ്ക്ക് വരെ ഉള്ളത് നമ്മുടെ ഇവിടെ. 3500ൻ്റെ ഇതാണ്. പല റേറ്റിലുണ്ട്. ഇത് അല്പം ഒരു വ്യത്യാസം പറഞ്ഞതെന്ന് വെച്ചാൽ അല്പം സ്വരൂപത്തിന് വലുപ്പമുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ക്ലേയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ റേറ്റ് മാറും. വലുപ്പത്തിനനുസരിച്ച് റേറ്റ് മാറുന്നു. ഇതാണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനത്തെ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് കുറയും. അത് 1200. ഇത് വലുപ്പം തന്നെയാണ്. ഇത് 1100. ഇത് 450 ഹോളി മാർബിൾസിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അത് സാധനം എന്ന് വെച്ചാൽ ഒരിക്കലും കേടാവില്ല. എത്ര നാൾ കഴിഞ്ഞാലും ഇതേ കണക്ക് തന്നെ ഇരിക്കും സാധനം. ചീത്തയാകത്തില്ല. എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ഇതേ കണക്ക് തന്നെ ഇരിക്കും. ഹോളി മാർബിൾസിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. നമ്മൾക്ക് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 350 രൂപ വുഡിലുള്ളതാണ്. പക്ഷേ ചെറിയ പുൽക്കൂടാണെങ്കിൽ തന്നെ മൾട്ടി വുഡിലുണ്ട്, PVC-യിലുണ്ട്. PVC-യിലെന്ന് പറയുന്നത് 450 രൂപയാണ് അതിൻ്റെ വില. അതേസമയം ഇതാണ് ഈ പുൽക്കൂട് ആണ്, മൾട്ടിവുഡാണ് ഇത്. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ 4 വർഷമൊക്കെ നമ്മൾ സൂക്ഷിക്കും. ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കണമെങ്കിൽ ഇരിക്കും. വേറെ അതിന് കേടുപാടുകൾ വേറെ ഒന്നും സംഭവിക്കാൻ ഒടിയാണ് ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. മച്ചിയുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഡാമേജുകളാകും. ഇതുപോലെയുള്ളതൊക്കെ ചൂരലുള്ളതൊക്കെ നല്ല ലാസ്റ്റിംഗ് ഉള്ളതാണ്. അതനുസരിച്ച് വില കൂടുതലാണ്. അതൊരു 2800 രൂപ വരെ അതിന് താഴത്തോട്ടുള്ള വില പല 1100 രൂപ വരെ റേറ്റ് വരുന്ന പുൽക്കൂടുകളുമുണ്ട്. അപ്പോൾ നമുക്കിത് വുഡൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല തിക്ക് വുഡാണ്, നല്ല സോൾഡായിട്ടുള്ള വുഡാണ്, ഹാർഡ് വുഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 900 രൂപയാണ്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ലാസ്റ്റിങ് നല്ല ഇതായിട്ട് വർഷങ്ങൾ നിൽക്കും ഇത്. അങ്ങനെയുള്ള പിന്നെ ഇത് നമ്മൾ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യണം. ഇത് കുടിൽ വ്യവസായം പോലെ ചെറിയ ആളുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെ ഹെൽപ്പിങ്ങും കൂടിയാണ്, അവരൊരു ജീവിതമാർഗവും കൂടിയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എവിടെ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? ഇത് നെടുമങ്ങാട് ഭാഗം, തിരുവനന്തപുരം പ്രദേശം തന്നെ. ഇതെല്ലാം പുൽക്കൂടുകളെല്ലാം വന്നത് തിരുവനന്തപുരമാണ്. അതേസമയം സ്റ്റാർ, ഇത് LED ലൈറ്റ്സൊക്കെ വന്നത് നമ്മൾ പർച്ചേസ് ചെയ്യണത് കൊല്ലത്തുനിന്നും എറണാകുളം അങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. ഇവിടെയും ഉണ്ട്, നമ്മൾ ചാലയിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഇത് നമ്മളൊരു ഈ ഒരു സംരംഭം മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ പുൽക്കൂട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ചെറിയ കാർപ്പൻറ്റേഴ്സും ചെറിയ തൊഴിലാളികളൊക്കെ ചെയ്യണം. അവർക്കും കൂടി ഒരു ജീവിതമാർഗ്ഗമാണിത്. അത് നമ്മൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ലക്ഷ്യം തന്നെ നമ്മൾ ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കുക, അവർക്ക് നമ്മൾക്കൊരു വഴി എന്തെങ്കിലും അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ധനമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ഞങ്ങൾ ലക്ഷ്യം ചെയ്യുന്നുണ്ട്. ഇനി വലിയ ഇൻഡസ്ട്രിയൽ ഇതായിട്ട് ചെയ്യണ പുൽക്കൂടുകൾ ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യണ ആ പാർട്ടിയുമുണ്ട്. അവരെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾക്ക് താല്പര്യം ഇതുപോലെ ചെറുകിടക്കാരോട് കളക്ട് ചെയ്യുകയാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ 4500 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമ്മൾ എറണാകുളത്തു നിന്നാണ് ഇത് കളക്ട് എടുക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്.
അതുപോലെ ചെറിയ ട്രീ തൊട്ട് ചെറിയ ട്രീ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയ ട്രീ ഉണ്ട്, ഇത് 100 രൂപയാണ്, ഇത് 150 രൂപ, അങ്ങനെ ആ റേഞ്ചിൽ. അപ്പോൾ നമ്മൾ 2 ഫീറ്റ് തുടങ്ങി നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ 8 ഫീറ്റ് വരെയുള്ള ട്രീകളുണ്ട്. നമ്മൾ ഇതിനകത്ത് കാണുന്ന ലൈറ്റ്സുകൾ അതും നമ്മൾ ഇതുപോലെ തന്നെ വളരെ മിതമായ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെയുള്ള മാർക്കറ്റുകളിൽ കിട്ടുന്നതിലും നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച 50 രൂപ കുറവായിരിക്കും. ഒരു 500 രൂപയുടെ സാധനത്തിന് 50 രൂപയെങ്കിലും കുറവായിരിക്കും. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യണത്. നമുക്ക് പാളയം പള്ളിയിൽ വന്നാൽ ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ സ്റ്റാർ എന്നിവ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നല്ല അച്ചപ്പം, ലഡു എന്ന് വേണ്ട ഇത്തരത്തിലുള്ള എല്ലാവിധ ഭക്ഷണ സാധനങ്ങൾ പോലും ഇന്നിവിടെ ഈ ഒരു മേളയിൽ ക്രിസ്മസ് മേള തന്നെയായിരിക്കണം നമുക്ക് ഇവിടെ പറയേണ്ടത്. നമുക്കിത് കണ്ടാൽ അറിയാൻ കഴിയും. കേക്കുണ്ട്, ലഡു, ജിലേബി എന്ന് അച്ചാർ എന്ന് വേണ്ട എല്ലാം തന്നെ നമുക്ക് സെൻറ്റ് വിൻസെൻറ്റ് ഡി പോൾ സൊസൈറ്റി സെൻറ്റ് മദർ തെരേസ കോൺഫറൻസിൽ ഇവരുടെ ചാരിറ്റി സെയിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ പണമെല്ലാം തന്നെ ഇവർ സ്വരൂപിക്കുന്നത് നിലവിൽ പാവങ്ങൾക്ക് ഒരു സഹായം എന്ന നിലയ്ക്കാണ് ഇന്ന് ഇത്തരത്തിലൊരു സംരംഭം തന്നെ ഈ ഒരു പാളയം പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മയോടെ തന്നെയാണ് എല്ലാവരും ഇവിടെ സന്നദ്ധരായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ക്രിസ്മസ് കേക്കുകളുണ്ട്, അതുപോലെ പലതരത്തിലായിട്ട് മധുര പലഹാരങ്ങളടക്കം ക്രിസ്മസ് ആഘോഷമാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ഞങ്ങൾ ഡിസംബർ 1st വീക്കിൽ തുടങ്ങിയതാണ്. ഇനി 23rd വരെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ചാരിറ്റിക്ക് വേണ്ടിയാണ്. കാരണം ഞങ്ങൾ മദർ തെരേസ കോൺഫറൻസ് ആണ്, ലേഡീസിൻ്റെതാണ്. ഞങ്ങൾ ഇപ്പോൾ എത്ര പേരുണ്ട് അംഗങ്ങളായിട്ട് ഇതിൽ? 20 മെമ്പേഴ്സ് ഉണ്ട്. ആൾ ആർ റിട്ടയർഡ് ഹാൻഡ്സ് ആണ്. അത് ഞങ്ങളുടെ അച്ഛന് 20 പേരെ നമുക്കിവിടെ കാണാൻ കഴിയുമോ? അന്ന് വരത്തിൽ മാറി വരും. പിന്നെ ഞങ്ങൾ 16 ദത്ത് കുടുംബങ്ങളുണ്ട്. അതായത് വളരെ ബാക്ക്വേർഡായിട്ടുള്ള 16 പേർക്ക് മന്ത്ലി 1000 രൂപ വെച്ച് 16,000 കൊടുക്കുന്നുണ്ട്. 16,000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലെന്നാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ പെൻഷൻ്റെ പൈസ എന്നാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി ഇങ്ങനെ എന്തെങ്കിലും സെയിൽസ് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുകൂടെ നമുക്കിതിന് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അതിനുവേണ്ടിയാണ് മെയിൻ പർപ്പസ്. പിന്നെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻസ് എല്ലാതും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ അവർ പോക്കറ്റ്, അതായത് ഞങ്ങളുടെ പൈസ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് മാത്രമാണോ ഉള്ളത്, അല്ലാതെ ഉണ്ടോ നിങ്ങളിവിടെ? സെയിൽ ഇപ്പം മാത്രമേ ഉള്ളൂ. മറ്റേത് നമ്മൾ എല്ലാ മന്ത്ലിയും ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ എത്ര നാളുണ്ടാവും ഇത്? ഡിസംബർ 23rd വരെ.